വയനാട് നൂൽപ്പുഴ കാരപൂതാടിയിൽ കാട്ടാനകൾ ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. കൊയ്ത്തിന് പാകമായ കൃഷിയാണ് ഫെൻസിംഗ് തകർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ നശിപ്പിച്ചത്. കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്നും കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നൂൽപ്പുഴയിൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാരപൂതാടിയിലാണ് കാട്ടാനകൾ നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചത്. വനാതിർത്തിയിൽ കർഷകർ സ്വന്തം നിലയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് മരം മറിച്ചിട്ട് തകർത്താണ് ആനകൾ പാടത്തിറങ്ങിയത്. പ്രദേശവാസികളായ കാരപൂതാടി ചന്ദ്രൻ, വാസു, ഹരിതമല മനോജ്, കൊട്ടയാട് ഗംഗാധരൻ എന്നിവരുടെ നെൽകൃഷിയാണ് തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിച്ചത്. പ്രദേശവാസിയായ കാരപൂതാടി ശിവരാമന്റെ കവുങ്ങിൻ തൈകളും കാട്ടാനകൾ ചവിട്ടിമെതിച്ച് നശിപ്പിച്ചു. വിത്തിട്ടതു മുതൽ കാവലിരുന്ന് നോക്കിയ കൃഷിയാണ് ഈ വിധം ഇല്ലാതായത്. സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങും. അല്ല, അതിനൊരു ശാശ്വത പരിഹാരം അവരുണ്ടാക്കണം. തൂക്കമ്പി കുറേ വർഷങ്ങളായി ഇപ്പോൾ അവർ തൂക്കമ്പി ഇടുന്നു, അത് ഇതുവരെ ഇട്ടിട്ടില്ല. അതും പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ഇതും കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം, വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ മതിയായ നഷ്ടപരിഹാരവും സമയബന്ധിതമായി കർഷകർക്ക് ലഭിക്കാത്തതും പ്രതിസന്ധി ഇരട്ടിപ്പിക്കുകയാണ്. വനാതിർത്തിയിൽ ശാശ്വതമായ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.